Hi friends, welcome to my YouTube channel H Media. ഈ ഒരു വീഡിയോയിലൂടെ MassFX യൂസ് ചെയ്തുകൊണ്ട് ഒരു ജാറിലേക്ക് കാൻഡീസിനെ ഫിൽ ചെയ്യുന്ന ഒരു ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. പ്രൊഡക്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായും ഇന്റീരിയർ സീനുകളിൽ ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റുകളെ റിയലിസ്റ്റിക് ആയി പ്ലേസ് ചെയ്യുന്നതിനായും MassFX യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു MassFX എങ്ങനെ നമ്മുടെ സീനുകളിലേക്ക് യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ജാറിലേക്കാണ് കാൻഡീസിനെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫില്ല് ചെയ്യുന്നതിനായി ഇതുപോലെ ഒരു കാൻഡിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു കാൻഡിയുടെ കോപ്പീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി നമ്മൾ ഈ ഒരു ജാറിന്റെ ടോപ്പിൽ ഈ ഒരു കാൻഡി പ്ലേസ് ചെയ്യുകയാണ്. ഇനി ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമുക്ക് ഈ ഒരു കാൻഡിയുടെ കോപ്പീസ് എടുക്കാം. ഈ ഒരു കാൻഡിയുടെ ഒരു 25 കോപ്പീസ് ഇവിടെ എടുക്കുകയാണ്. നമുക്കിതുപോലെ ഈ ഒരു കോപ്പീസ് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു 4 റോസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഒരു 4 റോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ ഒരു 4 കോപ്പിയും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കാൻഡീസിന്റെ കോപ്പീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ കാൻഡീസിനെ ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഫിൽ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ജാർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആനിമേഷൻ എന്ന ഈ ഒരു മെനുവിൽ MassFX ഇവിടെ കാണാവുന്നതാണ്. MassFXൽ റിജിഡ് ബോഡീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. റിജിഡ് ബോഡീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ജാർ ഒരു സ്റ്റാറ്റിക് റിജിഡ് ബോഡി ആയി സെറ്റ് ചെയ്യേണ്ടതാണ്. സെറ്റ് സെലക്ടഡ് ആസ് സ്റ്റാറ്റിക് റിജിഡ് ബോഡി എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഈ ഒരു ജാർ ഒരു സ്റ്റാറ്റിക് റിജിഡ് ബോഡി ആക്കി മാറ്റിയിരിക്കുകയാണ്. അടുത്തായി ഇതിൽ ഷേപ്പ് ടൈപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്യാപ്സ്യൂൾ ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ജാറിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാപ്സ്യൂൾ ഷേപ്പ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാൻഡീസിനെ എല്ലാം നമുക്ക് ഈ ഒരു ജാറിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഷേപ്പ് ടൈപ്പിൽ ക്യാപ്സ്യൂൾ എന്ന ഓപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒറിജിനൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഈ ഒരു ഒറിജിനൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു കാൻഡി ജാർ ഒരു സ്റ്റാറ്റിക് റിജിഡ് ബോഡിയായി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഡൈനാമിക് റിജിഡ് ബോഡിയായി ഇതിലേക്ക് ഫിൽ ചെയ്യേണ്ട കാൻഡീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിനായി ഈ ഒരു കാൻഡീസിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം MassFXൽ സെറ്റ് സെലക്ടഡ് ആസ് ഡൈനാമിക് റിജിഡ് ബോഡി എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ ഒരു കാൻഡീസിനെ ഡൈനാമിക് റിജിഡ് ബോഡിയായി സെറ്റ് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു സെലക്ഷൻ ഡൈനാമിക് റിജിഡ് ബോഡിയായി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ MassFX റിജിഡ് ബോഡി ഡൈനാമിക് എന്ന ടൈപ്പിൽ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു MassFXനെ സിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അതിനായി ആനിമേഷൻ എന്ന ഈ ഒരു മെനുവിൽ സിമുലേഷൻ മെനു ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു പ്ലേ സിമുലേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു കാൻഡീസ് ഈ ഒരു ജാറിൽ ഫിൽ ആയതിനു ശേഷം ബാക്കിയുള്ള കാൻഡീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്ലെയിനിൽ സ്കാറ്റർ ആയി കിടക്കുന്നതായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് ഒബ്ജക്റ്റുകളെയും MassFX യൂസ് ചെയ്തുകൊണ്ട് റിയലിസ്റ്റിക് ആയി ആവശ്യമുള്ള ഒരു ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സിമുലേഷനെ ഒരു കീ ഫ്രെയിം ആനിമേഷനായി സെറ്റ് ചെയ്യുന്നതിനായി ബേക്ക് ഓൾ ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഈ ഒരു ആനിമേഷന്റെ ബേക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ടൈം ലൈനിൽ പ്ലേ ചെയ്തുകൊണ്ട് ഈ ഒരു ആനിമേഷൻ ചെക്ക് ചെയ്യാം. ഇതുപോലെയുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒബ്ജക്റ്റുകളെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതിനും നമുക്ക് ഈ ഒരു MassFX യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.